രത്നരാജ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് അൺസോൾട്ടഡ് ബട്ടർ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. വാങ്ങിച്ചിട്ട് ഞാൻ ഒരുക്കിയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ വാങ്ങിക്കണത് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചാൽ നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഉപയോഗിക്കാം, 1-2 ആഴ്ച ഉപയോഗിക്കാം. ഇത് മാസങ്ങളോളം കേടുവരാതിരിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നല്ലോണം പതഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവരൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ കളറിൽ തന്നെ അവർ കുപ്പിയിലാക്കും. അപ്പോഴേ ക്വാണ്ടിറ്റി അവർക്ക് കൂടുതൽ കിട്ടുള്ളൂ. അത് ബിസിനസ്. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കുക. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇത് കേടാവാതെ ഇരിക്കും. ഞാനൊരു ബിരിയാണി വെക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും പായസത്തിനാണെങ്കിലും വേറെ എന്താവശ്യത്തിനാണെങ്കിലും കഞ്ഞിയിലിട്ട് കുടിക്കാനാണെങ്കിലും ഒക്കെ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെ കാലങ്ങളോളമായിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് ഞാനിങ്ങനെ തന്നെ ചെയ്യുന്നത്. ബട്ടർ വാങ്ങിക്കും ഇരിക്കും. ആദ്യമൊക്കെ പാലിൽ കടഞ്ഞെടുത്തിട്ടായിരുന്നു. പശുവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് തറവാട്ടിൽ. അപ്പോൾ അമ്മ നെയ്യും പാലും ഒക്കെ വിൽക്കാറുണ്ടായിരുന്നു, മോരും ഒക്കെ വിൽക്കാറുണ്ടായിരുന്നു. പശുവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർ വാങ്ങിക്കും, ഇങ്ങനെ ഒരുക്കും, എടുത്ത് വയ്ക്കുമ്പോൾ ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. കേട്ടോ, കളറായി കഴിഞ്ഞു. ഇതാ ഇപ്പോൾ അതങ്ങ് വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യ് റെഡി ആയി കഴിഞ്ഞു. പിന്നെ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കിയാൽ മതി കേട്ടോ. നല്ലോണം തണുത്തിട്ട് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ അരിച്ചെടുത്ത മാതിരി തന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റുമല്ലോ. കുറേശ്ശായിട്ട് ഇങ്ങനെ മീതേന്ന് ഇങ്ങനെ ഒഴിച്ച് വല്ല കുഞ്ഞിൽ എന്താ പറയുക അതിന്, ഇത് ഇതില്ലേ ഒഴിക്കുന്നത്, ചോർപ്പ് എന്നൊക്കെ പറയണേക്കാം ആ സംഭവം. ഇതൊക്കെ ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മളിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഇപ്പം അതാ മാറി കഴിയുമ്പോൾ ശരിക്കുള്ള നെയ്യ് കാണാൻ കിട്ടും. ഇപ്പോഴായുള്ളൂ. ഇതാണ് ഇപ്പം നെയ്യ് ഇതായി കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെയാണ് നെയ്യ്. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി. നമുക്കിത് കാണണമെങ്കിൽ ഈ പത വറ്റിക്കഴിയണം. വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രൗൺ കളർ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് എത്ര കാലം ഇരുന്നാലും ഒന്നും ആവില്ല. നമ്മൾ വാങ്ങിക്കണ നെയ്യ് ഇങ്ങനെയൊന്നും ഇരിക്കില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പണി കഴിയും. അതിൻ്റെ ഇതാണ് കളർ. ബ്രൗൺ കളർ കണ്ടില്ലേ? ഈ കളറാണ് നമുക്ക് കിട്ടേണ്ടത്. കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് എന്താ പറയുക, സ്വിമ്മിലിടാൻ പറ്റില്ല. അതിൽ ഒത്തിരി കൂടി മീഡിയം ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ മൂക്കരുത്. അല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കരിഞ്ഞ മണം വരും. അങ്ങനെ ആവരുത്. ഇതാണ് ഇപ്പം നല്ല കറക്റ്റ് പാകമായി. ഇത് കുപ്പിയിലാക്കിയാൽ ഇപ്പം ഞാൻ കണ്ടില്ലേ, ഇത് ചിരട്ട വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇതെനിക്ക് പരിപ്പിൽ, പയറിൽ, ഗോതമ്പ് പൊടിയിൽ, മൈദപ്പൊടിയിൽ, അരിപ്പൊടിയിൽ എല്ലാം ഞാനിത് ഓരോ കഷ്ണം ഇട്ട് വയ്ക്കും. പച്ചരിയിൽ, അരിയിൽ, നമ്മളെ എല്ലാ ധാന്യങ്ങളിലും ഇത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാണികൾ ഒന്നും വരില്ല, ഒന്നും ആക്രമിക്കില്ല. എത്ര കാലം വേണമെങ്കിലും പുറത്ത് വയ്ക്കാം. ഏത് മഴക്കാലത്തും വയ്ക്കാം, വേനൽക്കാലത്തും വയ്ക്കാം, എപ്പോൾ വേണമെങ്കിലും വയ്ക്കാം. അങ്ങനെ കഷ്ണാക്കിയിട്ട് എല്ലാറ്റിലും ഇട്ട് വെച്ചേക്കുക. അല്ലെങ്കിൽ ഉപ്പ് ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചാലും മതി കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.